പഴയകാല കാർഷിക ഉപകരണങ്ങളുടെയും പുരാവസ്തുക്കളുടെയും അപൂർവ ശേഖരമാണ് ചെറുകുന്നത്താവത്തെ കെ.വി. ഭാസ്കരന്റെ കയ്യിലുള്ളത്. 150 വർഷം പഴക്കമുള്ള കസേരയും മെതിയടിയുമെല്ലാം ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. യുവതലമുറയ്ക്ക് വേണ്ടി നിരവധി പ്രദർശനങ്ങളും ഇതിനോടകം ഇദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കെ.വി. ഭാസ്കരന്റെ പുരാവസ്തു പ്രദർശനം. 150 വർഷങ്ങൾ പഴക്കമുള്ള കസേരയും മെതിയടിയും ചാട്ടവാറും ഒറ്റപ്പലകയിൽ തീർത്ത ഗ്രന്ഥപ്പലകയുമെല്ലാം ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. പഴയകാല കാർഷിക ഉപകരണങ്ങളായ കലപ്പ, മൺവെട്ടി തുടങ്ങി വ്യത്യസ്ത ഉപകരണങ്ങൾ, അളവ് തൂക്ക് ഉപകരണങ്ങൾ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 50ഓളം നെൽവിത്തുകളെല്ലാം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കെ.വി. ഭാസ്കരൻ പ്രദർശനം സംഘടിപ്പിക്കാറുള്ളത്. ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ ചെറുകുന്ന താവത്ത് സംഘടിപ്പിച്ച പ്രദർശനവും ഏറെ ശ്രദ്ധേയമായി. കഴിഞ്ഞ 50 വർഷത്തോളമായി പുരാവസ്തുക്കളും കാർഷിക ഉപകരണങ്ങളും ശേഖരിച്ചു വരുന്നുണ്ടെന്ന് കെ.വി. ഭാസ്കരൻ പറയുന്നു. പ്രധാനമായിട്ടുള്ള പണ്ട് കാലങ്ങളിലെ വിത്ത് പൊതി, അതായത് പണ്ട് അടുത്ത പോലത്തേക്കുള്ള വിത്ത് കേടുകൂടാ സൂക്ഷിക്കുന്ന വൈക്കോലിൽ മാത്രം കെട്ടിവെക്കുന്ന ഒരു സാധനം, അതിന് പൊതി എന്ന് പറയും. പാലക്കാടൻ പൊതിയൊക്കെ ഉണ്ട് അതുമാതിരി വരുന്നത്. അത് കഴിഞ്ഞാൽ അളക്കുന്ന സാധനം പറ, സേറ്, അരസേറ്, കാസേറ്, ഓജി, ഉഴക്ക്, ആഴക്ക്, പഴങ്ങാലൊക്കെ, കള്ളപ്പറ, കള്ളനാഴി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൽ കാണാനുണ്ട് ആ അളവ് ഇത് നോക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നിത്യവും ഭക്ഷണം പാകം ചെയ്യുന്ന പല മൺപാത്രങ്ങളും ഉണ്ട്. കലം, കഞ്ഞിക്കലം, അങ്ങനെ ഒരുപാട് മൺപാത്രങ്ങളുണ്ട്. ഇതിൽ ഓട്ടുപാത്രങ്ങളുണ്ട്, എല്ലാം ഇതിലുണ്ട്. പ്രദർശനം ഏറെ കൗതുകം നിറയ്ക്കുന്നത് കൂടിയാണെന്ന് സംഘാടകരും പ്രദർശനം കാണാനെത്തിയ കുട്ടികളും പറയുന്നു. ഇന്ന് ഡിസംബർ 28 ബാലസംഘത്തിന് സ്ഥാപക ദിനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സാധാരണ ഘോഷയാത്ര പോലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വില്ലേജ് കേന്ദ്രങ്ങളിൽ കാർണിവലുകൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഇപ്പോഴുള്ള തലമുറയ്ക്ക് പണ്ട് കാലത്തെ പലതും അറിയാതെ പോയ പലതും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ പരിപാടിയിലൂടെ നമ്മുടെ നാട്ടിലുള്ള, അതായത് നമ്മുടെ ചെറുകുന്ന നോർത്ത് വില്ലേജിലുള്ള എല്ലാ കൂട്ടുകാർക്കും പഴയ കാലത്തെ പലതിനെയും മനസ്സിലാക്കാൻ പറ്റും. പുതുതലമുറയ്ക്കുൾപ്പെടെ പഴയകാലത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഇത്തരം പ്രദർശനങ്ങൾ ഏറെ ഉപകാരപ്രദമാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.